എൻ്റെ എത്രയും പ്രിയപ്പെട്ട ഓരോ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് ആണ് സംഭവം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ രസകരമായുള്ള കുറച്ച് സംഭവങ്ങളാണെന്ന് പറയാൻ പോണത്. ഇത് ലാസ്റ്റ് അവസാനം വരെ നിങ്ങൾ കേൾക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇന്നലെ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊരികളൊക്കെ ഒരു ഈ ചാക്കിലാക്കിയിട്ട് ചാക്ക് പിന്നിൽ കെട്ടിയിട്ട് കൊണ്ട് ഓടുക, അത് ബാക്കിലുള്ള ആൾക്കാർ കുത്തി പൊട്ടിക്കുക, അങ്ങനെ ഒരു ടാസ്ക്. 9ാമത്തെ ടാസ്ക്കാണ് അത്. അങ്ങനെ ആ ടാസ്കിൽ ഇന്നലെ ഈ ജാസ്മിൻ എന്താ ചെയ്തത്? അവൾ കുറച്ച് നേരം നെഞ്ഞത്ത് ഈ ചാക്ക് അടക്കി നടന്നു. ലാസ്റ്റ് അത് നമ്മുടെ ഈ മുടിയൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവളത് ബാക്കിലേക്ക് ആക്കി. അങ്ങനെ അവൾ ഓടണമൊന്നുമില്ല, വെറുതെ നടക്കുക. ആ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മുടിയൻ തന്നെ അവളുടെ ചാക്കിലെല്ലാം കുത്തി 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 അവൾ ഔട്ടാക്കിയോട് കൂടിയിട്ട് പിന്നെ ഇനി അവൾക്ക് വേറെ രക്ഷയില്ല. ഈ ടാസ്കിൽ അവൾക്ക് ഒരു വസ്തും ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയോട് കൂടിയിട്ട് അവൾ അവിടെ തളർന്ന് വീണു. അങ്ങോട്ട് തളർന്ന് വീണിട്ട് എന്തുണ്ടായി? അപ്പോഴേക്കും ബിഗ് ബോസ്, അവിടെ ബിഗ് ബോസിന്റെ മോളല്ലേ, ബിഗ് ബോസിന്റെ ദത്തുപുത്രിയല്ലേ. അപ്പോഴേക്കും ബിഗ് ബോസ് ഓടിച്ചു, അത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വാ, ഇവിടെ ഡോക്ടർമാർ നിന്നെ കാത്തിരിക്കുന്നു, ആശുപത്രിയിലേക്ക് ഓടി വാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ അങ്ങോട്ട് ആടി കൊയഞ്ഞ് അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് ഇവിടെ നാടകം, വോട്ട് നാടകം കണ്ടില്ലേ? അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലണ്. അവിടെ ചെന്നപ്പോൾ ഈ ഡോക്ടർമാർ പരിശോധിക്കുന്ന 2 കൊള്ളസംഘത്തിലെ തലവന്മാർ നിൽക്കുന്ന പോലെ 2 പേര് കറുത്ത ഉടുപ്പും മുഖംമുടിയൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. അവർ കാലിങ്ങോട്ട് നീക്കി വയ്ക്കൂ, കൈ അങ്ങോട്ട് നീക്കി വയ്ക്കൂ, പ്രഷർ നോക്കണ്. അത് കഴിഞ്ഞിട്ട് അവൾ അവിടുത്തെ ഒരു നാടകം ഇങ്ങനെ ആടി ഒരു വരും. നിങ്ങളന്ന് ആ വരവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നല്ലേ, പ്രസവം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ നടക്കും, ബാത്റൂമിലേക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കും. അതേപോലെ അവളൊരു നടത്തം. എന്ത് കളിച്ചിട്ട് അവൾക്ക് ഈ മോഹാലസ്യം വന്നത്? എനിക്ക് ഒട്ടും മനസ്സാവാത്ത കാര്യം അത്. അപ്പോൾ ഇതുപോലെ ഒരു കളിയിൽ ഒന്നും കിട്ടാണ്ട്, ആകെ ഒരു കളിയിൽ മാത്രം പോയിന്റ് കിട്ടിയത്, പിന്നെ ഒരു കളിയിൽ ഒരു പോയിന്റും കിട്ടാണ്ട് സെപ്പറേറ്റ് ഒറ്റയ്ക്ക് കളിക്കേണ്ടി വന്നപ്പോൾ ഇവരൊക്കെ അട്ടത്ത് കയറി. എന്നിട്ട് ഒരു വസ്തും കിട്ടാണ്ടാകുമ്പോൾ ഇവളുടെ ഓരോ നാടകങ്ങളും ഇവളുടെ ഓരോ സൂത്രങ്ങളും ഈ കാണിക്കുന്നത്. മെഡിക്കൽ റൂമിൽ ചെല്ലണം, ഇന്നലെ ഞങ്ങളുടെ മോഹാലസ്യം വരുന്നു, അതൊക്കെ. പിന്നെ ഏറ്റവും വലിയ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന വരെ അവിടെ സീസൺ 5 വരെ നടന്നിട്ട് ഒരൊറ്റ മത്സരാർത്ഥിക്ക് പുറത്തു നിന്ന് ഒരു സാധനം കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തത് എന്താ? ഒരു മാല കൊടുത്തു, ഒരു ബൊമ്മ കൊടുത്തു, അതുപോലെ തന്നെ ഒരു പട്ടിക്കുട്ടി ശ്രീകുവിന് കൊണ്ടു കൊടുത്തു. ഇത് ബിഗ് ബോസ് അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പുറത്തുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ സീക്രട്ട് റൂമിൽ കൂടെ അതിൽ കൊണ്ടുവന്ന് എല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തോ ഭക്ഷണ സാധനങ്ങൾ, നമുക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങളിനി എല്ലാ സീസണിലും എല്ലാ മത്സരാർത്ഥിക്കും ഒരു മത്സരാർത്ഥിക്ക് മാത്രം കൊടുക്കുമ്പോൾ മറ്റുള്ളവരെന്ത് ഊമ്പാനാണ് ഇരിക്കുന്നത് അവിടെ? അവർക്കും ഉണ്ട്, വീട്ടുകാരൊക്കെ അവരും വന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരുപാട് പുറത്തുണ്ട്, അത് ഇവർക്ക് ഉപയോഗിക്കണമെന്നുണ്ട്. അതൊന്നല്ല കാര്യം. ജാസ്മിൻ ഒരു തട്ടുകേടും വരരുത്. ജാസ്മിൻ ബിഗ് ബോസിന്റെ TRP താരാണ്. TRP താരാകുമ്പോൾ അവളുടെ കുടുംബക്കാർ എന്ത് നിർബന്ധം പിടിച്ചാലും അത് അവിടെ മുമ്പിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ആകെ ഡൗൺ ആയിരിക്കുന്നത്, നമ്മുടെ മനസ്സൊക്കെ ആകെ ഒരു പ്രശ്നത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു. ഈ കാമക്കടുവ ഗബ്രി ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കാന്ന് വിചാരിക്കാൻ ആളുടെ കാര്യം പെടുന്ന ഞാൻ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പണിക്കരെ കാണാം. അങ്ങനെ ആ പണിക്കരെ കണ്ടു, നമ്മുടെയൊക്കെ ഒന്ന് ജാതകം നോക്കി. നിങ്ങൾക്ക് മോശം സമയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കൊരു ഏലസ് നിങ്ങളുടെ അരയിലോ കഴുത്തിലോ കെട്ടിയിട്ടാൽ നല്ലതാണ്. ഡേട്ടാ ഏലസ് നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അത് നല്ലതേ വരുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു 10 ദിവസം മന്ത്രിച്ച് അതിൽ ജപങ്ങളൊക്കെ എഴുതിയിട്ട് ദൈവത്തിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതിന് കുറച്ച് സമയം പിടിക്കും. 10,000 രൂപ നിങ്ങൾക്ക് അതിന് ചിലവ് വരും എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. നമ്മുടെ മനസ്സിന് ഒരു നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് ആവാനും നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ നടക്കാനും നമ്മുടെ വിചാരിച്ച സംഭവങ്ങൾ നടക്കാനും വിചാരിച്ച പൈസകൾ വരാനൊക്കെയാണ് നമുക്ക് ടെൻഷനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തുണ്ടായി? ആ ഏലസ് അങ്ങോട്ട് നമ്മുടെ കയ്യിലോ കഴുത്തിലോ അരയിലോ കെട്ടുമ്പോൾ എന്തുണ്ടായി? നമുക്കൊരു പോസിറ്റീവ് എനർജി വരിക. ചിലപ്പോൾ ആ ഏലസിൻ്റെ ഉള്ളിൽ ഒരു വസ്തു ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ
നമ്മുടെ മനസ്സാണ് ആ കൂടോത്രത്തിനെ നമ്മുടെ മനസ്സ് ആവാഹിക്കുന്നത്. നമ്മൾക്ക് ഇത്രയും പൈസ ചെലവ് ചെയ്തിട്ട് ആ വ്യക്തി, ആ പണിക്കര് അല്ലെങ്കിൽ ആ മന്ത്രവാദി അയാൾ കൂടോത്രം ചെയ്ത് തന്നത് നമുക്ക് നന്നായിട്ട് നമുക്ക് ഏറ്റു എന്നുള്ളൊരൊറ്റ ചിന്ത. മനസ്സാണ് മനുഷ്യനെ ഓരോ പ്രവർത്തികൾ ചെയ്യാനും നമ്മുടെ പോസിറ്റീവായി ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നത് മനസ്സാണ്. ആ മനസ്സാണ് ജാസ്മിന് കിട്ടിയത്. അവളുടെ വാപ്പ അത് കൂടോത്രം മാല തന്നെയാണ്. ആ മാല കിട്ടിയോട് കൂടിയിട്ട് അവളുടെ കളികളെല്ലാം മാറി. നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ ബിഗ് ബോസ് എന്തിനീ മാല അവൾക്ക് കൊണ്ടിട്ട് കൊടുക്കാൻ തോന്നി? ആർക്കെങ്കിലും, ഞാൻ എല്ലാ എപ്പിസോഡിലും പറയണം, ആർക്കെങ്കിലും ആ മാല ഒന്ന് പൊട്ടിച്ച് വലിച്ച് ദൂരെ കളയാൻ പറ്റാമെങ്കിൽ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ അവൾക്ക് പോസിറ്റീവ് എനർജി കയറിയിരിക്കുക, അവൾ കണ്ടങ്കാളി കയറിയിരിക്കുക. അവൾ ഭയങ്കര കളികൾ കളിക്കും, ഭയങ്കര നാടകങ്ങൾ കളിക്കും. അതിൻ്റെ ഓരോ ഭാഗമാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയിക്കോട്ടെ, അവളുടെ എന്ത് നാടകം വേണമെങ്കിൽ കളിച്ചോട്ടെ. ബിഗ് ബോസ് അവൾക്ക് വേണ്ടി എന്ത് നിയമങ്ങളും മാറ്റോട്ടെ. തുടക്കം മുതലേ എല്ലാ നിയമങ്ങളും മാറ്റാം, നമ്മൾ എടുത്ത് പറയണില്ല എന്ന് മാത്രം. അത്രയും സംഭവങ്ങൾ അവിടെ നടന്നു. നമുക്ക് ഇവിടേക്ക് വരാം. ആ ചാക്ക് പൊട്ടിക്കുന്നത്, ആ ചാക്ക് പൊട്ടിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ നമ്മുടെ നന്ദന എന്തായി കിടന്ന് കാണിക്കുന്നത്? അവൾ ആദ്യം ഇവിടെ ഇയാളായിട്ട് ഗുസ്തി പിടിച്ചു, അർജുനായിട്ട്. അർജുൻ എടുത്ത് നിലത്ത് ഒരൊറ്റ അടി അടിച്ചു. അടിച്ചോടി കൂടി അയ്യാട്ടിന് പത്തോ എൻ്റെ തണ്ടിലൊടിഞ്ഞ് എനിക്ക് കയറ്റി നടക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എല്ലാവരും കൂടി എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ട് ഓടുന്നുണ്ട്. ഓടിയ വഴിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറയാം, എനിക്കൊരു ചുക്കും വരില്ല, നിലത്തെടുത്തിറങ്ങാക്കെ, നിങ്ങൾക്ക് വേറെ പണി ജോലിയൊന്നുമില്ലടാ, എനിക്ക് ചുക്കും പറ്റില്ല, എന്നെ ഇങ്ങനെ ചെയ്താൽ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട്, ഇങ്ങനെയല്ല കളിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ നടന്നു വരുന്നത് കണ്ട. അവരൊക്കെ നാടകം നോക്കിയപ്പോൾ ഞാൻ പറയണതാണോ? ഇവളൊക്കെ പഠിച്ച കള്ളിയാണ്. എന്നിട്ട് അവൾ ആ ചാക്ക് കെട്ട് എന്തുണ്ടായി, ജിൻഡോനെ ബെല്ലം പ്രായി ആ കൈ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എൻ്റെ കൈ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ജിൻഡോനെ കുറേ ഇതാക്കി. അവളൊരു പെണ്ണാണല്ലോ, ജിൻഡോന് വലിയ ശക്തി എടുക്കാൻ പറ്റില്ല. അങ്ങനെ ആ പാവം ജിൻഡോ അവളുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് മുട്ട് കുത്തി കൊടുത്തു. എന്താണ്, അവളെ അങ്ങോട്ട് കുത്തി കളഞ്ഞോട്ടെ, എനിക്ക് വേണ്ട ഈ പരിപാടി. അവൾ രണ്ടും കെട്ട് നിൽക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് വിട്ടുകൊടുത്തു. അതാണ് ജിൻഡോ ചെയ്തത്. അങ്ങോട്ട് അവൾക്ക് അതുകൊണ്ട് ജിൻഡോൻ്റെ പിന്നാലെ നടന്ന ആ ചാക്കിലുള്ള മുഴുവൻ കുത്തി കളഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി. അപ്പോഴേക്കും പിന്നെ ആകെ സ്കോർ ബോർഡിൽ നന്ദനേരെ കയറിയിട്ടുള്ളത് ഇന്നലെ കളിച്ച ഒരു പോയിൻ്റാണ്, ഇത്രയും കളികൾ കളിച്ചിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കാര്യമില്ലാണ്ട് ഒരു ഗെയിമിൽ പോലും കളിക്കാനറിയാത്ത ഇതുപോലെയുള്ള ആണുങ്ങളെ ഓമ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണല്ല അവള്. അത് ഒരു പോയിന്റ് അങ്ങോട്ട് കയറി, എൻ്റെ സ്കോർ ബോർഡിൽ നന്ദനയുടെ പേര് കയറി എന്ന് പറഞ്ഞോട് കൂടിയിട്ടുണ്ട്. എന്താ ആങ്ങളന്മാരെ കെട്ടിപ്പിടുത്തം, ഉമ്മ വയ്ക്കല്. അപ്പോൾ ഉടനടി വന്നിട്ട് നമ്മുടെ സിജോ അവ ഒരു പെങ്കോതന ചേറ്റ നാറി, എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കേട്ടോ, പട്ടി. അവൻ വന്നിട്ടുണ്ട്. വെറുതെയൊക്കെ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുക ഒരു സന്തോഷത്തിന്. ഇത് അങ്ങനെ സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കല്ല, ഫെവിക്കോൾ ഒട്ടിച്ച പോലെ ഒട്ടിപ്പിടിക്കുന്നത്. ആംഗിളിയും പെങ്ങളാണല്ലോ, എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അതിന് ഫെവിക്കോൾ ഒട്ടിച്ച് പിടിച്ച പോലെ പിടിച്ചത് മാത്രമല്ല, കവളത്ത് നല്ലൊരു ഉമ്മ. അപ്പോൾ പണ്ടാരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണ്, അമ്മായി എന്ന് വിളിക്കുകയും ചെയ്യും, ബ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് മുല പിടിക്കുകയും ചെയ്യും. അതാണ് അവൻ ചെയ്യുന്നത്. എന്തൊക്കെ ആയിക്കോട്ടെ, നടന്നോട്ടെ. സായിയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിക്കാനായിട്ട് ഒരാൾ വേണ്ടേ? സായിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുവിനുണ്ടല്ലോ കൊതങ്കടി എന്ന് പറഞ്ഞ പോലെ അവനുണ്ടല്ലോ കുറച്ച് കൊതങ്കടി, അതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തീർക്കാം. അപ്പോൾ എല്ലാവരുടെ സ്വഭാവങ്ങളും നമുക്കിതിൽ മനസ്സിലാവുന്നുണ്ട്. അതിന് ഇവർ പേരിട്ട് വിളിക്കുന്നത് ആങ്ങള പെങ്ങള്, എൻ്റെ പെങ്ങള്, എൻ്റെ കുഞ്ഞുപെങ്ങള്, എൻ്റെ പൊന്നു പെങ്ങള്. അപ്പോൾ അതുകൊണ്ട് പൊന്നു പെങ്ങളും പൊന്നാങ്ങളെയും കൂടിയിട്ട് ഇന്ന് കൊച്ചിയിലേക്ക് എത്രയും പെട്ടെന്ന് പ്ലെയിൻ കയറിക്കോ. നന്ദനയ്ക്ക് വേണ്ടിയുള്ള പ്ലെയിൻ ടിക്കറ്റ് ഇൻഡിഗോന്ന് ടിക്കറ്റ് എടുത്തോന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ഈ ഉടായ്പും വീട് പഠിക്കലൊന്നും നടക്കില്ല മോളെ. നീയൊക്കെ തട്ടിപ്പിലൂടെയല്ല വീട് പഠിക്കുന്നത്. നീയൊക്കെ വീട്ടിൽ പോയി അധ്വാനിച്ച് വേർപ്പിൻ്റെ മണം അറിഞ്ഞുള്ള വീട് പഠിക്കുക. അതിൽ കിടന്നാലേ സുഖം ഉണ്ടാവുള്ളൂ. നിന്നെ പോലെയുള്ള ഉടായ്പ കമ്പനികൾക്ക് ഇവിടെ ബിഗ് ബോസ് വീടൊന്നും കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഡിഗോ എയർലൈൻസിൽ സ്വസ്ഥമായി ഇരുന്ന് അവിടുന്ന് നേരിട്ട് കൊച്ചിയിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ച, ഇന്ന് അവൾ ഔട്ടാവും. അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് കൂടുതൽ ഞാൻ അവളെ പറ്റി പറയുന്നില്ല. പിന്നെ സായി നാളെ ഔട്ടാവും. നമ്മൾ നോറ ഔട്ടാവുമെന്ന് വിചാരിച്ചത്. എന്തുകൊണ്ടോ നോറേനെ സേവ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ടുകൾ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് നോറയ്ക്ക്. എവിടെ നിന്നൊക്കെ വന്നതെന്ന് എനിക്കൊന്നും അറിയില്ല. ഏതൊക്കെ ആർമിയിൽ നിന്നൊക്കെ വോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഇപ്പോൾ വോട്ടിൻ്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടു എന്ന് തന്നെയല്ല, ഏറ്റവും ഗംഭീര ടാസ്ക് 2 മണിക്കൂറും ചില്ലറ മിനിറ്റും കൂടി നിന്നിട്ട് അവൾ അത് വിൻ ചെയ്തു. അപ്പോൾ ഇവിടെ നന്നായി കളിക്കുന്നുണ്ട്. ഈ നന്ദനരെ പോലെ ഒന്നല്ല. അപ്പോൾ നന്ദന എന്തായാലും ഔട്ടായി പോകേണ്ട ഒരു സാധനം തന്നെയാണ്. അത് ഔട്ടായിട്ട് അത്
കണ്ണൻ സായി എത്രയും പെട്ടെന്ന് പോയി പട്ടിയുടെ അടിയന്തരം നടത്തുക. അതുപോലെ തന്നെ നീ പോയി എത്രയും പെട്ടെന്ന് അവിടെ കാറിൽ കയറിയിരുന്നിട്ട് നീ ഇതിനെപ്പറ്റി എന്നെ ബ്ലോക്ക് ചെയ്തോ. എന്തായാലും അതിനുള്ള യോഗം നിനക്ക് കിട്ടി. നിന്നെ പോലെ ഒരു നാറി, നിന്റെ മോന്ത കണ്ട പട്ടി കഞ്ഞളം കുടിക്കില്ല. അവിടെ പ്രച്ഛന്ന വേഷ മത്സരത്തിന് പോയതാ മൂപ്പര്. പ്രച്ഛന്ന വേഷ മത്സരം, ഓരോ ദിവസം ഓരോ ഷേപ്പ്, കുറെ മുടി വെച്ചിട്ട്, കുറെ താടി വെച്ചിട്ട്, കുറെ കുണാപ്പ് വെച്ചിട്ട്, അങ്ങനെയുള്ള ഓരോ നാടകങ്ങളും. ശകുനിയുടെ സ്വഭാവ, ശകുനി ഇതന്നെ പറയാം. പിന്നെ അഭിഷേക് ഇന്നലെ നേരിട്ട് അങ്ങോട്ട് കയറി ഇവിടെ ടിക്കറ്റ് ഫിനാലെ മൂപ്പര് തൂക്കി. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചിട്ടും ജിൻഡോനെ അടിച്ചു മാറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് മൂപ്പര് കയറിയത്. മൂപ്പര് കയറിയാൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അവനെ നല്ല ഒരു വ്യക്തിയല്ല അവൻ. ആ നമ്മുടെ LGBT കമ്മ്യൂണിറ്റിനെ മൊത്തം അടച്ചാക്ഷേപിച്ച ആളാണ്. ആ കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ അവനെ ദേഷ്യമാണ്. അന്ന് മഞ്ഞക്കാട് മേടിച്ച ഒരു തെണ്ടീന് അവൻ. എന്നിട്ട് പിന്നെ പിന്നെ ഒരു നാടകമാണ് പിന്നെ അമ്മയ്ക്ക് കത്തെഴുതൽ. അമ്മ മരിച്ച അമ്മേനെ കുറിച്ചുള്ള ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും അവൻ്റെ മുഖത്ത് കണ്ടില്ല. എനിക്കൊരു കമൻ്റ് ഇട്ട സുഹൃത്ത് പറഞ്ഞ പോലെ എന്തോ ഒരാൾക്കാരെ അമ്മ ചെറുപ്പത്തിൽ മരിക്കുന്നു. അവരൊക്കെ ജീവിക്കുന്നില്ലേ? അവരൊക്കെ അമ്മ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് അവരത് 24 മണിക്കൂറും അവരതിൻ്റെ വിധി എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വിറ്റ് കാശാക്കി ഓട്ടാക്കാൻ നിന്ന നാറി. എനിക്ക് നിന്നോട് യാതൊരു മതിപ്പുമില്ല. അപ്പോൾ അതിലാകെ മാർക്ക് കൊടുക്കേണ്ടത് നിന്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചു പോയപ്പോൾ കല്യാണം കഴിക്കാണ്ട് നിങ്ങൾ രണ്ടുപേരും നോക്കിയ ആ അച്ഛനാണ് മാർക്ക് കൊടുക്കേണ്ടത്. അയാളാണ് തറവാടി, അല്ലാണ്ട് നീയൊന്നല്ല തറവാടി. നീ അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നീ ഇവിടെ വന്നിട്ട് അമ്മേരെ പേരും പറഞ്ഞ് ഇങ്ങനെ ഒരു കത്ത് എഴുതാനും ആൾക്കാരെ സെൻറ്റിമെൻറ്റ്സ് പിടിച്ചെടുക്കാനും അവിടെ ബിഗ് ബോസിൽ വരുന്ന മത്സരാർത്ഥികളെ അമ്മമാരെ കയറി കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ നിന്റെ നാടകമാണ്, ചെറ്റത്തരാണ് എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നീ കൊടും വിഷയമാണ്. കടലിൽ കൊണ്ടുപോയി നിന്റെ കുറച്ച് ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ ആ കടലിലെ മീൻ ഒരു ചത്തു പോകും. അപ്പോൾ അത്രയും വലിയ ഒരു വിഷം നിനക്ക് സ്വന്തമായി കളിക്കുക. ആരും അവിടെ ഒരു ശ്രദ്ധിക്കാനില്ല. ആരായാലും എത്ര സുഹൃത്തുക്കളായാലും എല്ലാവരും വെട്ടിമാറ്റി അവനവൻ്റെ ഈ അവൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുക. അതാണ് അവൻ്റെ ഇത്. അതിന് പണ്ടുള്ള കാരണന്മാർ പറയും ഒറ്റ വാക്കാ പറയുള്ളൂ, നിന്റെ അങ്ങോട്ട് പൊളിഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ അങ്ങോട്ട് കയറിക്കോട്ടെ എന്നുള്ള ഒരൊറ്റ മനോഭാവം കൊണ്ടാണ് ഇവൻ ടിക്കറ്റ് ഫിനാലയിൽ കയറി വിൻ ചെയ്ത് ഇവൻ നേരിട്ട് ഫിനാലയിൽ നമ്പറും കിട്ടി കയറിയത്. അതിന് നമുക്ക് വലിയ അത്ഭുതമോ വലിയ കാര്യങ്ങളൊന്നും തോന്നണില്ലേ. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ കുടുംബത്ത് പോകാറായപ്പോൾ ഇൻ്റെ ബിഗ് ബോസ് വിളിച്ച് കണ്ണാട കൊടുക്കണം. കളികളൊക്കെ കഴിഞ്ഞു, ഇനി നീ കണ്ണാട വെച്ചോ. അതിനു മുമ്പ് കണ്ണാട കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് തെണ്ടി പോയേനെ. ജിൻഡോ ഈ ലെവലൊന്നല്ല കളിക്കുക, അതിനേക്കാളും കയറി കളിച്ചേനെ. ആ പാവത്തിന് ഇന്നലെ കണ്ണാട കിട്ടിയപ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാം. അപ്പോൾ ആ സന്തോഷം അവൻ മറ്റുള്ള മത്സരാർത്ഥികളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് കണ്ണാട വെച്ചിട്ട് എല്ലാവരും എടുത്തു ചെന്നു. ആർക്കും ഒരു മൈൻഡും ഇല്ല. ജിൻഡോയ്ക്ക് കണ്ണാട കിട്ടിയാൽ ആർക്കും ഒരു സ്നേഹമില്ല, ഒന്നുമില്ല. അവൻ കണ്ണാട കിട്ടരുത് എന്ന് വിചാരിച്ച് നടക്കണ ഒരു ആൾക്കാരുടെ മനോഭാവം പോലെ ഇരിക്കും. അത് ഇരുന്ന് നമുക്കത് കണ്ടത് അങ്ങനെ തോന്നുന്നത്. ജിൻഡോയ്ക്ക് വളരെ സന്തോഷം. എന്തിനാണ്ടാ നാറി ബിഗ് ബോസ് നീ ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുപോയിട്ട് ഈ കണ്ണാട കൊടുത്തത്? ഇനി ഒരു 10 ദിവസം കളിക്കാനോ 15 ദിവസം കളിക്കാനോ ജിൻഡോയ്ക്ക് കണ്ണാടയൊന്നും ആവശ്യമില്ല. അപ്പം കണ്ണാട കൊടുത്തു എന്ന് ഇത്രയും നാളായിട്ട് കൊടുക്കാത്ത കണ്ണാട അന്ന് അവിടെ പിടിച്ചു വെച്ച കണ്ണാട അതല്ല കൊടുത്തത്, വേറെ കൊടുത്തത്. അപ്പം അത് കൊടുത്തു, മാനുഷിക പരിഗണന വെച്ച് കൊടുത്തു. ലാലേട്ടന് ഒരു പേരും കിട്ടിയോട്ടെ, ലാലേട്ടൻ്റെ പേരും പറഞ്ഞിട്ടാണ് കൊടുത്തത്. അങ്ങനെയൊക്കെ ഒരു നാടകം കളിക്കേണ്ട കാര്യമുണ്ടാ? നിങ്ങൾക്ക് ജിൻഡോനെ ആവശ്യമാണ്. ബിഗ് ബോസ് വീട്ടിൽ ജിൻഡോനെ ആവശ്യമാണ്. കാരണം TRPക്ക് ജിൻഡോ വേണം. അവർക്കൊരു പ്രമോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കയറി ക്ലിക്കാവണമെങ്കിൽ ജിൻഡോൻ്റെ എന്തെങ്കിലും സീൻ കൊടുക്കണം. അപ്പോൾ TRP കിട്ടാൻ ജിൻഡോയും ഈ കപ്പ് കൊടുക്കാൻ ജാസ്മിനും, ഇതാണ് അവരുടെ നയം. അപ്പോൾ അതുകൊണ്ട് അവസാനം വരെ ജിൻഡോനെ കൊണ്ടുപോകും. അല്ലാണ്ട് ജിൻഡോന് കപ്പ് തൊടിയിക്കാനോ ഒരു കാര്യം തൊടിയിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യില്ല എന്നുള്ളത് ഇന്നലെ ഇപ്പോൾ കണ്ണാടി കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ ഈ ജാസ്മിന് കപ്പ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. ജിൻഡോനെ ഒരു കാരണവശാലും നമ്മൾ വിന്നറാക്കില്ല. ആ വിന്നറാക്കാനായിട്ട് നമ്മൾക്ക് ഉദ്ദേശിച്ച ആളും മറ്റുള്ള ആൾക്കാരും എല്ലാം ഒരു വളി വീരന്, ഒരു വള്ളി ഫാക്ടറി എന്നാണ് ഈ പറയണത്. ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഒരു വളി ഫാക്ടറി. എന്താ എല്ലാവർക്കും വളി പോവില്ലേ? ബിഗ് ബോസ് വളിയിടില്ലേ? അമിതാഭ് ബച്ചൻ വളിയിടില്ലേ? മോഹൻലാൽ വളിയിടില്ലേ? മമ്മൂട്ടി വളിയിടില്ലേ? എന്താ ഞാൻ വളിയിടില്ലേ? വളി എല്ലാവർക്കും പോവും. അത് വയറ്റിൽ കയറി കൂടുന്ന ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നമാണ്.
എനിക്ക് സ്കൂളിൽ പഠിക്കുന്നൊരു മാഷനായിരുന്നു, വളിവാറ് പൊട്ടിയൊരു മാഷെന്ന് പറയും. നടക്കുമ്പോൾ ഒക്കെ വളിയിട്ടിട്ടാണ് പോവുക. അതൊക്കെ ഒരു മനുഷ്യനെ കുറ്റാണോ? ഒരു മനുഷ്യൻ്റെ ഒരിത്തിരി വളി പോയി എന്ന് പറഞ്ഞിട്ട് ആ പേരും പറഞ്ഞിട്ടാണോ നിങ്ങൾ ബിഗ് ബോസിൽ കപ്പ് കൊടുക്കാണ്ടിരിക്കുന്നത്? അതിനേക്കാൾ എത്ര നാരിത്തരങ്ങൾ, തെണ്ടിത്തരങ്ങൾ, ചെറ്റത്തരങ്ങളും പട്ടിഷോം കളിച്ച ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കണം. എന്നിട്ട് ഇവൻ മന്ദബുദ്ധിയാണ്, നമ്മുടെ ചങ്കായ ജിൻഡോ മന്ദബുദ്ധിയാണ്, വളിയിടണ്, വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയുന്നു, ആൾക്കാരതെല്ലാം ചെല്ലണ്. ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ മെയിലിന് ചാർത്തി കൊടുത്തിട്ട് കപ്പില്ല എന്നങ്ങോട്ട് സ്വയം പ്രഖ്യാപിക്കുക. അപ്പോൾ ആ വോയിസ് ക്ലിപ്പ് ഒരു യൂട്യൂബർ, ഒരു ലേഡിയാണ്, ആ യൂട്യൂബർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ കുറേ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവണം. ആ യൂട്യൂബർക്ക് അവർ ഇതിനു മുമ്പ് മത്സരാർത്ഥിയായിരുന്നു, ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥിയായിരുന്നു. അപ്പോൾ ആ മത്സരാർത്ഥി ഇങ്ങനെയുള്ള അവരുടെ ഉള്ളിലുള്ള കുറേ രഹസ്യങ്ങൾ, ഈ ആഫീസിനെ കുറിച്ചുള്ള കുറേ രഹസ്യങ്ങൾ ഒക്കെ യൂട്യൂബിൽ കൂടെ പുറത്ത് വിട്ടു. അത് വിട്ടോട് കൂടിയിട്ട് ആ സ്ത്രീക്ക് ഭീഷണി വന്നു. എന്താ വന്നേ? നിങ്ങൾ ഈ നിലയ്ക്ക് നിങ്ങളൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞ് ബിഗ് ബോസിൽ വന്ന് ഷൈൻ ചെയ്ത് നിങ്ങൾ കാശും മേടിച്ചുകൊണ്ടുപോയി ഈ ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുള്ള കാര്യങ്ങൾ മുഴുവൻ അതിൽ കൂടെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വണ്ടി കയറിയാൽ കിട്ടുന്ന സുഖം വണ്ടി കയറിയാൽ കിട്ടില്ല എന്ന് നിങ്ങളൊന്ന് കേൾക്കണം. വണ്ടി കയറുമ്പോൾ കിട്ടുന്ന സുഖം വണ്ടി കയറിയാൽ കിട്ടില്ല. കാരണം നിങ്ങളെ കൊന്നു കളയും. വണ്ടി കയറുമ്പോൾ നല്ല സുഖമല്ലല്ലോ. നമ്മൾ ഈ തവള മസം പിടിച്ചിരിക്കുന്ന പോലെ റോട്ടിൽ കൂടെ നമ്മുടെ മയിലിൽ കൂടെ വണ്ടി കയറുമ്പോൾ നല്ല സുഖമല്ലല്ലോ. അതേപോലെ തന്നെ ഭീഷണിയാണ്. നിങ്ങളിങ്ങനെയുള്ള രഹസ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുന്ന പല കാര്യങ്ങളൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച് ഇപ്പോൾ ഓരോന്നോരോന്ന് ഇട്ട് നിങ്ങൾ ബിഗ് ബോസിനും ബിബിക്കും എതിരെ നിങ്ങൾ കളിക്കരുത്, ഏഷ്യാനെറ്റിനെതിരെ നിങ്ങൾ കളിക്കരുത്. കളിച്ചാൽ നിങ്ങളുടെ അനുഭവം ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പല ക്ലിപ്പുകളും ഇനി പുറത്ത് വരാതിരിക്കുന്നുള്ളൂ. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇതൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ. ഇനിയുള്ള ശരിക്കുള്ള വെടിക്കെട്ടൊക്കെ ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നുള്ളൂ. ഇപ്പം തന്നെ ഇവർ സിബീനെയും റോക്കിനെയും ഒന്നും ഈ ഫിനാലിയിലേക്ക് വിളിച്ചിട്ടില്ല. ഇതുവരെ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ സിബിൻ വന്നു കഴിഞ്ഞ് പല കാര്യങ്ങളും ഇനി വിളിച്ചു പറയും, പലതും ഇനി പുറത്ത് വരും. ഇപ്പം സിബിൻ ഒന്നും പറയുന്നില്ല, മിണ്ടാണ്ടിരിക്കുക. അതുപോലെ തന്നെ റോക്കിനെ വിളിച്ചിട്ടില്ല. റോക്കിനെ വിളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ആ സിജോയ്ക്ക് ഒരു ഇടിയും കൂടി ഈ ഇടത് വശത്ത് കിട്ടിയാൽ വലത് വശത്ത് ഒരെണ്ണം കിട്ടണ്ടായിരുന്നു. അത് കിട്ടാനായിട്ട് അവൻ ഒന്ന് വന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണാനൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ റോക്കി. ഫിനാലയിൽ വരുമ്പോൾ കാണാം എന്ന് വിചാരിച്ചിരിക്കാറുണ്ട്, പക്ഷേ വിളിച്ചിട്ടില്ല. അപ്പോൾ എന്താ അവിടെ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. ഇനി വിളിക്കുമോ എന്നും അറിയില്ല. അപ്പോൾ വിളിക്കാം, വിളിക്കാതിരിക്കാം. വിളിക്കാത്തതിൻ്റെ കാരണം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിജോ റോക്കി കുഴപ്പക്കാരനാണ്. അപ്പോൾ ആ കുഴപ്പക്കാരനെ ഇനി ഇവിടെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ചിലപ്പോൾ ഇവിടെ വല്ല അടി പൊട്ടും. അപ്പോൾ അതിന് കാരണം പറയണത്. പിന്നെ സിബിൻ്റെ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലെ രഹസ്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സിബിനും വേണ്ട, നമുക്ക് ശരിയാവില്ല എന്നാണ് അവർ പറയണതിൻ്റെ കാര്യം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഔട്ടിങ് ഇപ്പോൾ ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല. 9 മണിക്കിന് ഇന്ന് ശനിയാഴ്ച 9 മണിക്കിന് ഷൂട്ടിങ് തുടങ്ങുക. ലാലേട്ടൻ വന്ന് ഷൂട്ടിങ് തുടങ്ങുമ്പോൾ 9 മണിയാവും. 2 മണി വരെ ഇന്ന് ഷൂട്ടിങ് പോകും. 2 മണി വരെ ഇന്നത്തെ എപ്പിസോഡാണ്. ആ എപ്പിസോഡ് 2 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് വേണം എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് എയറിൽ വിടാനായിട്ട്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ആരാണ് ഔട്ടായി എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം 2 മണി കഴിഞ്ഞ ശേഷം ബ്രേക്ക് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഷൂട്ടിങ്. അപ്പോൾ സായി പുറത്താവണ ഞായറാഴ്ചയാണ്. അതിൻ്റെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ വൈകുന്നേരം 6 മണി 7 മണി 8 മണി 9 മണി 10 മണി വരെയൊക്കെ ചിലപ്പോൾ നീണ്ടുപോകും ഷൂട്ടിങ്. അപ്പോൾ അത് അപ്പോഴും അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ വോട്ടിംഗ് നിലവെച്ചും അതുപോലെ തന്നെ ഓരോ പോളുകളുടെ നിലവെച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ പറയണത് ഈ നന്ദൻ ഔട്ടാണ്, അതുപോലെ തന്നെ സായി ഔട്ടാണ്. അപ്പോൾ നന്ദനിക്ക് എന്തുണ്ടായി? വലിയ ഭീകരമായ നഷ്ടം സംഭവിക്കുന്നത്. ഒരു അടുത്ത ആഴ്ച പെട്ടി ടാസ്ക് വരാതിരിക്കുക. തമിഴ് ബിഗ് ബോസിലൊക്കെ 15 ലക്ഷം രൂപ 14 ലക്ഷം രൂപ പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വലിയൊരു എമൗണ്ട് ഇവിടെ പെട്ടിയിൽ വെച്ചാൽ ആ കാശ് എടുത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് ഈ വക പട്ടി ഷോകൾ കളിക്കുന്നത്. അപ്പോൾ ആ പട്ടി ഷോയിലേക്ക് നിൽക്കാനായിട്ട് അവൾക്ക് യോഗമില്ല. അവൾ എത്രയും ഓറ പോണോടത്ത് അവൾ പോവും. അപ്പോൾ ഇനി പെട്ടി വെച്ച് ആരെടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ സംശയമുണ്ട്. അത് നമുക്ക് കണ്ടെന്നെ അറിയാം. കാണാൻ പോണ പോലെ നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വലിയൊരു വിഷവിത്തുക്കൾ, 2 വിഷം ബിഗ് ബോസിൻ്റെ വീട്ടിൽ വന്ന് ജനങ്ങൾക്ക് വിഷം മാത്രം തിന്നാൻ തന്ന 2 വിഷങ്ങൾ പോകും. പിന്നെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജാസ്മിൻ പോവില്ല. അവളുടെ കൂടോത്രം അവളുടെ കൂടെയുള്ളിടത്തോളം കാലം
അവൾക്ക് വോട്ട് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവൾ എന്ത് ടാസ്കിൽ ജയിച്ചില്ലെങ്കിലും അതിന് മറുമരുന്ന് ചെയ്തുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്യും. അവളെ മാല കഴുത്തിലുള്ളിടത്തോളം കാലം മറ്റുള്ള ആൾക്കാർക്ക് അവളെ എടുത്ത് വരുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുക, പോസിറ്റീവ് അല്ല ഉണ്ടാവുക. അവൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏലസിൻ്റെ കഥ പറഞ്ഞ പോലെ ഏലസിൻ്റെ നമുക്ക് ചിലപ്പോൾ ആ ഏലസിന് ശക്തി ഉണ്ടായിരിക്കില്ല. ആ ശക്തി ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന് ശക്തി കിട്ടുമല്ലോ, നമ്മുടെ മനസ്സിനൊരു ഉറപ്പ് കിട്ടുമല്ലോ. ആ ഉറപ്പാണല്ലോ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വെട്ടിപ്പിടിക്കാനുള്ള ഒരു കഴിവ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വലിച്ചിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് അവളുടെ സമുദായത്തിൽ അന്തസ്സായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണ ഉസ്താദുമാരുണ്ട്. അവർ ചെയ്തു കൊടുത്താൽ അത് വലിക്കും. അങ്ങനെ പുറത്തുനിന്നൊരു മാല അവൾക്ക് കൊണ്ടിട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് തെറ്റാണ് ബിഗ് ബോസ് ചെയ്തത്. അപ്പോൾ അവൾ ദത്തുപുത്രിയാണ്, അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നിയമവിരുദ്ധമായി എന്ത് ചെയ്താലും ബിഗ് ബോസിന് അതിൽ സന്തോഷമാണ്. ബിഗ് ബോസ് ചെയ്തു കൊടുത്തോട്ടെ, കപ്പ് കൊടുത്തോട്ടെ, എന്തും ചെയ്തോട്ടെ. നമുക്ക് പറയാനേ പറ്റുള്ളൂ. നമുക്കല്ലാണ്ട് വേറൊന്നും നമുക്കതിൽ സാധിക്കില്ല. അവരൊക്കെ വലിയ വലിയ ചാനൽ നടത്തുന്നവർ, BB ഷോ നടത്തുന്നവർ, നമുക്ക് അവരെ കുറിച്ച് എല്ലാം വെട്ടിത്തുറന്ന് നമ്മൾ പറയും. അതിന് നമ്മൾക്ക് ഒരാളെയും മുഖം നോക്കേണ്ട കാര്യമില്ല. ഒരു ഭീഷണിക്ക് നമ്മൾ ഇവിടെ തല കുനിച്ച് നിൽക്കില്ല. നമ്മൾ പറഞ്ഞിരിക്കും. ഇവർക്ക് വേണമെന്ന് വെച്ചാൽ നീ ഒരു കാര്യം ചെയ്യേണ്ട. ഇവർ തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളൊന്നും കേരളത്തിൽ നടക്കില്ല. അതുകൊണ്ടാണല്ലോ അവർ കേരളത്തിൽ ഈ എട്ടുകാലി വല കൂട്ടിയ പോലെ ഷെഡ് വെച്ചിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാത്തത്. കേരളത്തിൽ എന്താ ഷൂട്ട് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടാണ്ടാണോ? എത്ര സ്ഥലം കിടക്കണം, സ്റ്റുഡിയോകൾ കിടക്കണം, അവിടെയൊക്കെ ചെയ്യാലോ. ഇവിടെ ഒന്നും ചെയ്യില്ല. ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അവിടെ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പെണ്ണുങ്ങളെ കുടുംബശക്തി പെണ്ണുങ്ങളൊക്കെ അവിടേക്ക് ജാഥ ചെല്ലും. അവിടെ ഷൂട്ടിങ്ങും മുടങ്ങും. BB ഷോ നിർത്തേണ്ട വരും. ഇത്രയും ലക്ഷങ്ങൾ കോടി ചെലവ് ചെയ്ത് എടുത്ത സെറ്റും കൊണ്ട് വീണ്ടും ഇവിടുന്ന് പറക്കേണ്ട വരും. അതുകൊണ്ടാണല്ലോ ഒരു ബോംബെയിലും ചെന്നൈയിലും ഇനിയിപ്പോൾ ബാംഗ്ലൂരൊക്കെ ഒരു ഷോ നടത്തുന്നത്. കേരളത്തിൽ നടത്തില്ലേ ഈ ഷോ? അത് അവർക്ക് ഏഷ്യാനെറ്റിനും BBക്കും വ്യക്തമായിട്ട് അറിയാം. ഇത്ര വ്യക്തികെട്ട ഷോ, ജനങ്ങൾക്ക് മോശം മെസ്സേജ് മാത്രം കൊടുക്കുന്ന ഷോ കേരളത്തിൽ ഷെഡ് കെട്ടി നടത്താൻ പറ്റില്ല. ഇപ്പോൾ മലയാളി ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ബിഗ് ബോസിൻ്റെ വേറൊരു വർഷം വന്നത് മലയാളി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോന് എതിരെ ഇവിടെ സ്ത്രീകൾ സൂര്യ TV ജാഥ പോയിട്ടുണ്ട്. ആ ജാതി പ്രശ്നങ്ങളും കാരണം ആ ഷോ തന്നെ അവർ വേണ്ടാന്ന് വെച്ചത്. അതേപോലെ ഇവിടെ ഈ ബിഗ് ബോസ് ഷോ ഇവിടെ ഒരു ഷെഡ് കെട്ടി ഇവിടെ നടത്തിയ ഇവർക്കത് അധികം ആയുസ് കിട്ടില്ല. അതറിയണ കൊണ്ട് ഇവിടെ നിർത്തി. അപ്പോൾ ഈ കുണ്ടാമുണ്ടിയും കിണ്ടാകിണ്ടിയും കണ്ടിയിടലും കാര്യങ്ങളിടലും ഒന്നും ഇവിടെ നടക്കില്ല. അതുകൊണ്ടാണ് അവർ ചെന്നൈയിൽ ഒരു സ്റ്റുഡിയോയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ആ സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് നമുക്കൊന്നും ചെന്ന് കടക്കാനും ഈ ബിഗ് ബോസ് ഷോ ഷൂട്ടിങ്ങിൻ്റെ അവിടേക്ക് ചെല്ലാനൊന്നും നമുക്ക് പറ്റില്ല. അതൊക്കെ കർശന സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നീണ്ടുപോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയും പറയാനുണ്ട് ഒരുപാടുണ്ട്. ഈ ചെറ്റകളെ കുറിച്ച്, ഈ നാരകളെ കുറിച്ച് പറയാൻ ചൊല്ലി ഒരു ദിവസം വേണം. എന്നിരുന്നാൽ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേകം നന്ദി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാൻ മറന്നവർ ഒന്ന് ആ കൈകൊണ്ട് ഒരു സെക്കൻഡ് മതി. അതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം. നമ്മുടെ ചാനലിൽ ഒരു പുരോഗതി ഉണ്ടാവും. ബിഗ് ബോസ് ഷോ കഴിഞ്ഞാലും എൻ്റെ ചാനലിൽ നിന്ന് ആരും പോകരുത്. നമുക്ക് ഇതിനേക്കാൾ ഇൻട്രസ്റ്റ് ഉള്ള നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, കുറേ സിനിമയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗെയ്സ്, അപ്പോൾ നമ്മളിന്ന് പോവല്ലേ, നാളെ വരാം. നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും ഇതിനേക്കാളും രസകരമായിട്ടുള്ള സംഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ, നമസ്കാരം.